അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും 4 വീൽസ് യൂസ്ഡ് കാർസ് ആൻഡ് കാർ ആക്സസറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു LXi ആൾട്ടോ 2007 മോഡൽ ടെസ്റ്റെല്ലാം കഴിഞ്ഞ് 5 വർഷത്തെ FC-യും 5 വർഷത്തെ ടാക്സും ഉള്ള ഒരു നല്ലൊരു കാറ് അതിനെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് 2007 ആൾട്ടോ LXi. AC പവർ സ്റ്റിയറിങ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. 5 വർഷത്തെ FC-യും 5 വർഷത്തെ ടാക്സും ഉണ്ട്. ഇത് ഫ്രണ്ട് ടയറാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ്. ബോഡി അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇത് ബാക്ക് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ബാക്ക് ടയറാണ്, ബാക്ക് ഭാഗമാണ്. വലിയ സ്ക്രാച്ചും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. വണ്ടി നല്ല വൃത്തിയും ഇച്ചിരി വെടിപ്പും ഒക്കെ ഉള്ള വണ്ടിയാണ്. LXi ആണ്. ഈ ഫ്രണ്ട് ഡോറ് സൈഡ് ബുദ്ധിമുട്ടൊന്നുമില്ല, അത് അടയാത്തതുകൊണ്ടാണ്. ഞാൻ അടച്ചിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ്, ഇത് ബാക്ക് റൈറ്റ് സൈഡിലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനാണ്. ഇത് റൈറ്റ് സൈഡിലെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ്. ഇതിപ്പോൾ നമുക്കിപ്പം വണ്ടിയുടെ അകത്തുള്ള വിശേഷങ്ങൾ നോക്കാമെങ്കിൽ ഇതാണ് വണ്ടിയുടെ അകമയുള്ള കാര്യങ്ങൾ. അത്യാവശ്യം വൃത്തിയും കാര്യവും പിന്നെ നല്ല റെക്സിനൊക്കെയാണ്, സീറ്റുകളിലെ നല്ല റെക്സിനൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇച്ചിരി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന വണ്ടിയാണ്. സീലിംഗ് എല്ലാം കൊള്ളാം. ബാക്ക് ഭാഗം അധികം ഈ റഫ് യൂസ് ചെയ്യാതെ ഫാമിലി യൂസ് മാത്രം ചെയ്യുന്ന ഒരു വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഇത് കാണുമ്പോൾ. പിന്നെ നമുക്ക് കിലോമീറ്റർ നോക്കണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. 73,864 കാണിക്കുന്നത്. ക്യാമറയിൽ നമുക്ക് എത്ര കാണാൻ പറ്റുമെന്നുള്ളത് അറിയാൻ പാടില്ല. ഇനി ഞാനത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിതിൻ്റെ ശബ്ദം കേൾപ്പിക്കാം. ബോണറ്റ് തുറന്നിട്ട് ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ശബ്ദം കേൾക്കാം. ഇതാണ് വണ്ടിയുടെ ശബ്ദവും. മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ലീക്ക് അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല ബാറ്ററി ഒക്കെയാണ്. അപ്രോണൊന്നും പൊട്ടിച്ചിട്ടില്ല. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയൊന്നും വണ്ടിക്ക് നിലവിലില്ല. ഇതാണ് ലോങ് ലുക്ക്. പിന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ റീപ്ലേസ്മെൻ്റ് ഒന്നും ഗ്ലാസ് നടന്നിട്ടില്ല. ഇതിൽ ഇപ്പോൾ 2007 ആണ്. ഇത് ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗത്തുള്ള ഗ്ലാസ്സാണ്. അത് 2007 ആണ്. ഇത് ബാക്ക് ഡോറിൻ്റെ, അതും 2007 ആണ്. ബാക്കിൽ വരുമ്പോൾ ഇവിടെ കാണാമെന്നറിയാൻ പാടില്ല, എവിടെയും 2007 തന്നെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഗ്ലാസ് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഡോറൊന്നും റീപ്ലേസ് ചെയ്തതായിട്ട് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇല്ല, അതിനകത്ത് എല്ലാം ഫ്രണ്ട്. ഇതും 2007 തന്നെയാണ്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിലത്തെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ലീനായിട്ട് വണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ബാക്ക് ബൂട്ട് സൈസ്. അങ്ങനെ തുരുമ്പോ കാര്യമോ അങ്ങനെ വളരെ റഫ്യൂസ് ചെയ്ത് വണ്ടി മോശമാക്കിയിട്ടൊന്നുമില്ല. വൃത്തിക്ക് സൂക്ഷിച്ചിട്ടുണ്ട് വണ്ടി. ഇതാണ് നമ്മുടെ LXiയുടെ വീൽ ക്യാപ്പെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ഇരിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും അതിലുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ, LXiയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ കാറ് വിൽക്കാനോ വാങ്ങാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ
താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാർ ആക്സസറീസിൻ്റെയും വീഡിയോസ് ഈ ഒരു ചാനലിലൂടെയാണ് ഞാൻ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.